ഈ കാര്യം പറയാതെ വയ്യട്ടാ. ഇവിടുന്നേ മീൻ വാങ്ങണോണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താന്ന് വെച്ചാല് ക്ലീൻ ചെയ്ത് കട്ടാക്കി കുട്ടപ്പനാക്കി കയ്യിൽ അങ്ങോട്ട് കിട്ടും എന്നതാണ്. നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പൊരിച്ചാൽ മതിയല്ലോ. പക്ഷേ ക്ലീൻ ചെയ്ത് കിട്ടാത്ത ദാറ്റ് കാറ്റഗറി ഓഫ് മീൻ ലൈക്ക് ചെമ്മീൻ, കൂന്തൾ, മാന്തൾ എക്സെട്ര നമ്മൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്യണം അല്ലേ? പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് ആ മണുണ്ടല്ലോ, എന്റെ സാറേ, ഇവിടെ ഒന്നാകെ പരക്കുമ്പോഴുണ്ടല്ലോ ചുറ്റുള്ളതൊന്നും പിന്നെ മണക്കാൻ പറ്റൂല. അമ്മ അതിന് നാറ്റായിരിക്കും റൂം ഫുള്ള്. നമ്മുടെ കൈ ഉണ്ടല്ലോ ചിലപ്പോൾ എത്ര വട്ടം കഴുകിയാലും ആ സ്മെൽ മണവാസന അങ്ങോട്ട് പോകില്ല. ഈ ഒരൊറ്റ കാര്യം ഒഴിച്ചാല് അതർവൈസ് എനിക്കിഷ്ടമാണ് ക്ലീനിങ്. അത് എന്ത് തന്നെ ആയാലും എനിക്ക് തരുന്നത് പീക്ക് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ ക്ലീനിങ് ഇപ്പോൾ നാട്ടിലാണെങ്കിലുണ്ടല്ലോ മീൻകാരൻ വരും, മീൻ തരും. അത് കിട്ടിയ ആ പണി ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കും. ആ മീനും കൊണ്ട് കൊട്ടത്തളത്തിന്റെ ഒരറ്റത്ത് പോയിരിക്കും. മണമെല്ലാം അങ്ങോട്ട് കാറ്റിൽ പറക്കട്ടെ. ഇത് നന്നാക്കുന്ന സ്മെല്ലടിക്കുമ്പോഴുണ്ടല്ലോ ഉറക്കത്തിന്ന് വരെ എണീറ്റ് വരുന്ന നമ്മുടെ പൂച്ചയും കോഴിയും പോരാത്തതിന് കാക്കകളും അതുവരെ ബെസ്റ്റികളായിട്ട് തോളിൽ കൈയിട്ട് നടന്നിരുന്നവരാകും ഇവരൊക്കെ. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്ലേറ്റ് മാറൂലേ. പിന്നെ അടിപിടിയായി, പിടിവലിയായി. എന്താണെന്നറിയില്ല, ആ അടിപിടി കാണാൻ നല്ല രസമല്ലേ. പറയുമ്പോൾ നല്ലൊരു പീസ് മീൻ പോലും നമ്മൾ ഇട്ട് കൊടുക്കണില്ല, എന്നിട്ടും അവർ കിടന്ന് അടിപിടി കൂടുന്നത് കാണില്ലേ. അത് കാണുമ്പോൾ പാവം തോന്നും. എന്നാലോ നല്ലൊരു പീസ് മീൻ ഇട്ട് കൊടുക്കുമോ? അതും ഇല്ല. പക്ഷെ എല്ലാവർക്കും തിന്നാനുള്ള ചാൻസ് ഞാൻ കൊടുക്കും. ആർക്കും പരിഭവം ഉണ്ടാവരുതല്ലോ. കിട്ടിയവര് കിട്ടാത്തവർക്ക് കണ്ട് മാറി കൊടുക്കണം എന്നുള്ളൂ. ഇത്രയും നാട്ടുണ്ടെങ്കിൽ എന്താ, ആ ചട്ടി കിടന്ന് വെന്ത് പരിവായിട്ട് മുന്നിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതൊക്കെ നമ്മൾ മറക്കൂലേ? മറക്കണം. വെൻ ദ ടേസ്റ്റ് ഓവർകം ദ സ്മെൽ, നമ്മളെല്ലാം മറക്കും.